മൂന്നാം തവണയും ഇടതുപക്ഷത്തിന്റെ ക്യാപ്റ്റൻ പിണറായി വിജയൻ തന്നെ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ധർമ്മട മണ്ഡലത്തിൽ വീണ്ടും മത്സരിച്ചേക്കും. ഭരണം കിട്ടിയാൽ വീണ്ടും മുഖ്യമന്ത്രിയാകും. ഭരണം പോയാൽ പ്രതിപക്ഷ നേതാവാകില്ല. തുടർഭരണം ലക്ഷ്യമിടുന്ന CPM-ന് പിണറായി വിജയൻ അല്ലാതെ മറ്റൊരു മുഖം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തി കാട്ടാനുമില്ല. ഭരണമികവിനുള്ള അംഗീകാരമായി കിട്ടിയതാണ് 2021 തുടർഭരണം എന്ന പാർട്ടിയുടെയും മുന്നണിയുടെയും വിലയിരുത്തൽ. മൂന്നാം ഊഴത്തിന് പിണറായി വിജയൻ ഇറങ്ങാനുള്ള പ്രധാന കാരണവും ഇതുതന്നെ. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലെ നയിക്കാൻ പിണറായി ഉണ്ടെങ്കിൽ വിജയം കൂടെ ഉണ്ടാകുമെന്നാണ് CPM-ന്റെ പ്രതീക്ഷ. മത്സരിക്കാതെ പിണറായി മാറി നിന്നാൽ മുന്നണിക്ക് തന്നെ ഊർജ്ജം കുറയും. എന്നാൽ പ്രായം 80 പിന്നിട്ടു. ഇതിലും പ്രായത്തിൽ VS മത്സരിച്ച് ജയിച്ചിട്ടുണ്ട് എന്നത് സമീപകാല ചരിത്രം. ബസിന്റെ ക്രെഡിറ്റ് ആർക്ക്? മുഖ്യമന്ത്രിയുടെ ബാനർ കീറിയതെന്തിന്? മൂവാറ്റുപുഴയിൽ LDF UDF കയ്യാങ്കളി. ബസ് സർവീസ് തുടങ്ങിയതിന്റെ അവകാശ തർക്കത്തിന്റെ പേരിൽ മൂവാറ്റുപുഴയിൽ LDF UDF പ്രവർത്തകർ തമ്മിൽ കയ്യാങ്കളി. മാത്യു കുഴൽനാടൻ MLA സർവീസ് ഉദ്ഘാടനം ചെയ്ത ശേഷം ബസിന്റെ മുന്നിലെ മുഖ്യമന്ത്രിയുടെയും ഗതാഗത മന്ത്രിയുടെയും ബാനർ UDF പ്രവർത്തകർ നശിപ്പിച്ചെന്ന് LDF പ്രവർത്തകർ ആരോപിച്ചതാണ് സംഘർഷത്തിലെത്തിയത്. വീതി കൂട്ടി പുതുക്കിപ്പണിത മൂവാറ്റുപുഴ തേനി അന്തർ സംസ്ഥാന പാതയിൽ പുതുതായി തുടങ്ങിയ മൂവാറ്റുപുഴ കല്ലൂർക്കാട് തൊടുപുഴ സർവീസിന്റെ പേരിലായിരുന്നു തർക്കം. വിവിധ കോണുകളിൽ നിന്നും ഏറെക്കാലമായുള്ള ആവശ്യത്തെ തുടർന്നാണ് ഈ റൂട്ടിൽ ആദ്യമായി KSRTC സർവീസ് ആരംഭിച്ചത്. ബസ് സർവീസിന്റെ പേരിൽ തിരുവനന്തപുരത്തുണ്ടായ തർക്കത്തിന് പിന്നാലെയാണ് മൂവാറ്റുപുഴയിലും തർക്കവും കയ്യാങ്കളിയും. മൂവാറ്റുപുഴയിൽ നിന്ന് തൊടുപുഴ അൽ-അസർ മെഡിക്കൽ കോളേജിലേക്കുള്ള സർവീസ് ഉദ്ഘാടനം ചെയ്ത മാത്യു കുഴൽനാടൻ MLA അതേ ബസ്സിൽ യാത്ര ചെയ്തു. ബസ്സിന് രണ്ടാർക്കാനം കവലയിൽ LDF പ്രവർത്തകർ സ്വീകരണം നൽകി. ആ ചടങ്ങിൽ MLAയും അൽ-അസർ മെഡിക്കൽ കോളേജ് പ്രതിനിധികളും പ്രസംഗിക്കുകയും ചെയ്തു. സ്വീകരണത്തിന് ശേഷം മുഖ്യമന്ത്രിയുടെയും ഗതാഗത മന്ത്രിയുടെയും ചിത്രങ്ങൾ പതിപ്പിച്ച ബാനർ പ്രവർത്തകർ ബസ്സിന് മുന്നിൽ സ്ഥാപിച്ചു. എന്നാൽ ബസ് രണ്ടാർക്കോട്ടപ്പുറം കവലയിൽ എത്തിയപ്പോൾ UDF പ്രവർത്തകർ തടഞ്ഞെന്നും ബാനർ നീക്കം ചെയ്യാൻ ശ്രമിച്ചെന്നും LDF പ്രവർത്തകർ ആരോപിക്കുന്നു. തുടർന്ന് ഇരു കൂട്ടരും തമ്മിൽ വാക്കേറ്റവും സംഘർഷവും ഉണ്ടായതോടെ പോലീസ് ഇടപെട്ട് ശാന്തമാക്കുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെയും മന്ത്രിയുടെയും ചിത്രങ്ങളുള്ള ബാനർ നശിപ്പിച്ചത് രാഷ്ട്രീയ വൈരാഗ്യം കൊണ്ടാണെന്നും വികസന പദ്ധതികളുടെ ക്രെഡിറ്റ് MLAയ്ക്ക് മാത്രം ലഭിക്കണമെന്ന വാശിയാണ് കാരണമെന്നും CPM ആരോപിക്കുന്നു.